ഗൈസ്, വർക്കല തീരദേശ മേഖലയിലും കണ്ടെയ്നർ വന്ന് അടിച്ചു കയറിയിരിക്കുകയാണ്. വാർത്ത കേട്ട് സ്പോട്ടിലേക്ക് ചെന്നപ്പോൾ സംഭവം പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ ഹോമിയോ ഗുളിക പോലെ തോന്നിക്കുന്ന ഈ ചെറിയ വസ്തുക്കൾ കടൽ തീരത്താകെ അടിഞ്ഞു കയറിയിട്ടുണ്ട്. ഈ ഒരു വസ്തുവിന്റെ കളറും സൈസും വെച്ച് കടലിലെ മീനുകൾ ഇതിനെ അറിയാതെ ഭക്ഷിക്കാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. ഈ സ്പോട്ടിലെ ബീച്ചിലേക്ക് ആളിറങ്ങാതിരിക്കാനായി കയർ വലിച്ചു കെട്ടുന്നതായി കാണാൻ കഴിയും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, കണ്ടെയ്നറുകൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിലും എല്ലാം ഇടിച്ചു പൊളിഞ്ഞ് നശിച്ച നിലയിലാണ്. ഇതിലെ വസ്തുക്കളെല്ലാം ബീച്ചിന്റെ പല ഏരിയസിലായി ചിന്നിച്ചിതറി കിടക്കുന്നതായി കാണാൻ കഴിയും. കണ്ടെയ്നർ തകർന്ന് അടിച്ചു കെട്ടിയിരിക്കുന്ന വസ്തുക്കളെ തൊടാനോ എടുക്കാനോ ഉള്ള അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കടൽ അടിച്ചു കയറ്റിയ മട്ടിൽ തന്നെ സ്പോട്ടിൽ കിടപ്പുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, കടൽ നല്ല രീതിക്ക് കോള് കൊണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അടിച്ചു കയറ്റിയ വസ്തുക്കളെ വീണ്ടും വീണ്ടും അടിച്ചു കയറ്റി പല ഏരിയസിലായി കൊണ്ട് മാറ്റി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സിമന്റ് ചാക്ക് പോലെ തോന്നിക്കുന്ന ചാക്കുകളും ചണം പോലത്തെ വസ്തു കൊണ്ട് പൊതിഞ്ഞു കെട്ടിയ പെട്ടികളും ഉൾപ്പെടെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയാത്ത പല ടൈപ്പ് വസ്തുക്കളാണ് പല ഏരിയസിലായി ചിതറിക്കിടക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാത്ത ഏരിയസിൽ ബീച്ചിന് സൈഡിലായി സംശയം തോന്നിക്കുന്ന എന്തൊരു വസ്തു കണ്ടാലും ഉടൻ തന്നെ പോലീസിൽ അറിയിക്കേണ്ടതുണ്ട് കേട്ടോ. എന്തായാലും ഈ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം കടലിലെ ജീവജാലങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കട്ടെ.